സ്ലീപ്പ് ഒരു വലിയ ഫാക്ടറാണ്. സ്ലീപ്പ് അത്യാവശ്യം ഓരോ ആൾക്കാർക്കും ഓരോ ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ഒരു യൂണിവേഴ്സൽ ഇതല്ല, അതായത് 8 മണിക്കൂർ ഉറങ്ങണം 9 മണിക്കൂർ ഉറങ്ങണം എന്നല്ല. ചിലർക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പക്ഷേ ആ അഡിക്വേറ്റ് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇതൊരു ദാറ്റ്സ് എ പ്രശ്നമാണ്. പ്രോബ്ലം. ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് പ്രശ്നമാണ് കൂർക്കം വലി. ആ അത് ആക്ച്വലി അതൊരു ഇങ്ങനെ മാറ്റാം രോഗമാണ്. അല്ലേ? അതൊരു രോഗമാണ്. കൂർക്കം വലിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് യൂഷ്വലി ഡസ് ഇറ്റ് എനിത്തിങ് ടു ഹാവ് വിത്ത് ദ നോസിന്റെ ഷേപ്പ്? ടു എ വെരി വെരി സ്മോൾ എക്സ്റ്റെൻറ്റ്. ഓക്കെ പക്ഷേ ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഒന്ന് നമ്മുടെ അകത്തുള്ള പാസേജ് വേ കാരണം, ഈ എയർ പാസേജ് കാരണം, ഓക്കെ അകത്ത് ഈ ഫാരിങ്സ് ഒക്കെ പറയും. ആ കൂർക്കം വലി എല്ലാവരും വിചാരിക്കും കൂർക്കം വലിക്കാണല്ലോ, ആ അപ്പുറമൊന്നുമില്ല, എനിക്കൊരു ശല്യമായി കൊണ്ട് അല്ലാതെ വേറെ പ്രശ്നമില്ലല്ലോ. ആ പക്ഷെ അതൊരു പ്രശ്നമാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇൻഡയറക്ട്ലി കുറേ പ്രശ്നമാണ്. നമ്മുടെ സ്ലീപ്പ് ശരിയാവില്ല. കൂർക്കം വലിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ രാത്രി ഞെട്ടി എഴുന്നേക്കും. അതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പറഞ്ഞൊരു രോഗമുണ്ട്. ഈ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ്, സോ ഹൈപ്പർ ടെൻഷൻ, BP ഉണ്ടാവാം. ഈ സ്ലീപ്പ് ആപ്നിയുള്ള കാരണം അതിൻ്റെതായ കുറേ മാറ്റങ്ങൾ വരാം. സോ ഇതും വെയിറ്റ് ഗെയിൻ കാരണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുകയാണെങ്കിൽ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ കുറയും. സോ കൂർക്കം വലി അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സ്ലീപ്പ് ആപ്നിയ ആണ് അതിൻ്റെ കോസ്. അപ്പോൾ സ്ലീപ്പ് ടെസ്റ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നത്, ഡീപ്പ് സ്ലീപ്പിൽ എങ്ങനെ പോകുന്നത്, ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലയോ. ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഡേ ടൈമിൽ നമ്മൾ ടയർഡായിട്ട് തോന്നും. കാരണം നൈറ്റ് ടൈമിൽ സ്ലീപ്പ് ശരിയായിട്ടില്ല, പ്രോപ്പറായിട്ടില്ല. അപ്പം സ്ലീപ്പ് ടെസ്റ്റാണ് അതിൻ്റെ മെയിൻ തിങ്. പിന്നെ ENT ഡോക്ടേഴ്സാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അവർ സ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കും അകത്ത് വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ. ഇങ്ങനെ മാഗ്നറ്റ്സ് പോലെ അത് വേറെ അതെന്തിനാ? അത് കൂർക്കം വലിക്കല്ല? അതും ഒരു ചെറിയൊരു ഫാഡാണ്. അത് കൂർക്കം വലിനല്ല. അത് ശരി. അത് ഞാൻ പറയാം. പക്ഷെ കൂർക്കം വലിയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, പിന്നെ ബേസിക്കലി ലൈഫ് സ്റ്റൈലാണ്. രണ്ടാമത് സർജിക്കലി, അതായത് എവിടെയാണോ ആ ഒബ്സ്ട്രക്ഷൻ വരുന്നത്, ഇപ്പോൾ മൂക്കാണെങ്കിൽ മൂക്ക്, ഫാരിങ്സ് ആണെങ്കിൽ ഫാരിങ്സ്, എവിടെയാണോ ഒബ്സ്ട്രക്ഷൻ വരുന്നത് അത് ഒന്ന് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ലൈഫ് ചേഞ്ചിങ് ആണ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇത് നോസ് ഇവിടെ എവിടെയോ ഇങ്ങനെ ക്ലോസ്ഡ് എന്തോ ആണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ എയർ പ്രോപ്പറായിട്ട് പുറത്തേക്ക് ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. ഓക്കെ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ മൂക്കിന് 2 വാൽവ് ഉണ്ട്. ഇന്റേണൽ വാൽവ് ഉണ്ട്, എക്സ്റ്റേണൽ വാൽവ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തുറക്കാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റ് ഇടുമ്പോഴത്തേക്ക് ഒന്ന് തുറയും. അപ്പോൾ എക്സ്റ്റേണൽ വാൽവ് ഒന്ന് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ബ്രീതിങ്. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിട്ട് നമുക്ക് ഡെയിലി നടക്കാൻ പറ്റില്ല. ഇല്ല, അല്ലാതെ അത് ഇടുന്ന കാരണം നമ്മുടെ ബ്രീതിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. അത് ഊരിയ, അത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം.